ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നിഗൂഢമായ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ്. മനുഷ്യൻ അനന്തമായ സാധ്യതകളിലേക്ക് ഉണർന്നെണീറ്റ ഈ സുവർണ കാലഘട്ടത്തിൽ നാം സ്വന്തം കാലുകളിൽ അദൃശ്യമായ ചങ്ങലകൾ അണിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിരൽത്തുമ്പിൽ ലോകം ചുരുണ്ടുകൂടിയിരിക്കുന്ന ഈ വേളയിൽ നാം ഓരോരുത്തരും ഡിജിറ്റൽ അടിമത്തത്തിൻ്റെ നിഴലിൽ ജീവിക്കുകയാണ്. വിവരത്തിൻ്റെ വിസ്ഫോടനം സംഭവിച്ചപ്പോൾ നമ്മുടെ വിവേകം എവിടെയോ വിസ്മൃതമായി പോയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ഈ സ്മാർട്ട് ഉപകരണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുകയല്ലേ? നമ്മുടെ ശ്രദ്ധയുടെ ഏകാഗ്രതയെ അവ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റുന്നു. ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ ചിന്താധാരയെ മുറിച്ചെറിയുന്നു. നാം പുറത്ത് ആർജിക്കാൻ വെമ്പൽ കൊള്ളുന്ന വിജ്ഞാനത്തെക്കാൾ എത്രയോ അധികമാണ് ഈ ചതുരക്കണ്ണാടി നമ്മിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന സമയം. നമ്മൾ നിഷ്ക്രിയരായ ഉപഭോക്താക്കളായി അധപ്പതിച്ചു. അനുകരണത്തിൻ്റെ അരങ്ങുകൾക്ക് വേണ്ടി സ്വന്തം വ്യക്തിത്വം അടിയറവ് വെക്കുന്ന അവിവേകികൾ, സ്വന്തം ജീവിതം ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ മിഥ്യാ ജീവിതങ്ങളെ നോക്കി നെടുവീർപ്പിടുന്ന വിഹ്വലമായ ഒരവസ്ഥ. യഥാർത്ഥത്തിൽ ഈ സാങ്കേതിക വിദ്യ ഒരു അനുഗ്രഹമായി നമ്മെ സമീപിച്ചതായിരുന്നു. പക്ഷേ നാം അതിനെ ഒരു ശാപമാക്കി പരിവർത്തിച്ചു. സർഗാത്മകതയുടെ അഗ്നി നമ്മിൽ ആളിക്കത്തേണ്ടതിനു പകരം നാം ഈ ഡിജിറ്റൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട് നിശ്ചലരായി പോകുന്നു. പ്രിയ യുവതലമുറയെ, നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ ശക്തി വിവരത്തിലല്ല, മറിച്ച് വിവേകപൂർണമായ നിശബ്ദതയിലാണ്. ആഴത്തിലുള്ള ചിന്തകൾ ഉടലെടുക്കുന്നത് ഏകാന്തതയുടെ അഗാധതയിലാണ്. നിരന്തരമായ ശബ്ദകോലാഹലത്തിൽ നിങ്ങളുടെ അന്തർലീനമായ കഴിവുകൾക്ക് പുറത്തുവരാൻ സാധിക്കാതെ വരുന്നു. പ്രതിരോധം അനിവാര്യമാണ്. നാം ഈ ഡിജിറ്റൽ അടിമത്തത്തിൻ്റെ മായാവലയം ഭേദിക്കണം. നിങ്ങളുടെ കൈകളിലെ ഫോൺ നിങ്ങളുടെ നിയന്ത്രണത്തിലാകട്ടെ, അല്ലാതെ അതിൻ്റെ കൽപ്പനകൾക്ക് നിങ്ങൾ കീഴടങ്ങരുത്. ആത്മബോധമാണ് ആദ്യത്തെ വിപ്ലവം. നിങ്ങളുടെ ശ്രദ്ധയുടെ വില നിങ്ങൾ തിരിച്ചറിയണം. ഓരോ നിമിഷവും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നതെന്ന് ആത്മപരിശോധന നടത്തണം. അവബോധത്തിൻ്റെ ആയുധം കൊണ്ട് ഈ നിഗൂഢമായ അടിമത്തത്തെ നമുക്ക് തകർത്തെറിയാം. ഓർക്കുക, നിങ്ങളുടെ ജീവിതം മൊബൈൽ സ്ക്രീനിലെ അരങ്ങല്ല. നിങ്ങൾ ഒരു ശില്പിയാണ്. നിങ്ങളുടെ ഭാവി നിങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്യേണ്ട ഒരു മഹത്തായ ശില്പമാണ്. അതിനുള്ള സമയം ഈ ഡിജിറ്റൽ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിച്ച് സർഗാത്മകമായ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിക്കണം. എഴുന്നേൽക്കുക, നിങ്ങളുടെ ചിന്തയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക. ഡിജിറ്റൽ അടിമത്തത്തിൻ്റെ ആവരണങ്ങൾ വലിച്ചെറിഞ്ഞ് അനന്തമായ സാധ്യതകളിലേക്ക് കുതിച്ചുയരുക. നമ്മുടെ ഭാവിയുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെയാണ്. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക്